ഇതുപോലെ തൊലിയൊക്കെ കറുത്ത് പഴുപ്പ് കൂടിപ്പോയിട്ടുള്ള നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ ഡിന്നറായിട്ടോ അല്ലെങ്കിൽ 4 മണി ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2 നന്നായിട്ട് പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസിലുള്ള പഴമാണ്. ഇനിയിപ്പോൾ റോബസ്റ്റ് പഴമൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. അത് റോബസ്റ്റ് പഴമൊക്കെ പെട്ടെന്ന് പഴുപ്പ് കൂടുമല്ലോ, അപ്പോൾ അങ്ങനെയുള്ള പഴമൊക്കെ ഏതെങ്കിലും എടുത്താൽ മതി. അപ്പോൾ ഇത് തൊലി കറുത്ത് പോയിട്ടുണ്ടെങ്കിലും ഉള്ളിലേക്ക് അങ്ങനെ ഒരുപാടൊന്നും പഴുപ്പ് കൂടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തൊലിയൊക്കെ കറുത്ത് പോയാൽ കുട്ടികൾക്കൊക്കെ പഴം കഴിക്കാനൊരു മടിയാവും. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഞാനിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പാല് നമ്മൾ ഇത് അരച്ചെടുക്കാൻ വേണ്ട ആവശ്യമായിട്ടുള്ള പാല് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ 1/2 കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നല്ല സ്മൂത്തായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുത്തിട്ട് നമുക്കിത് ഈ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മാവ് ടൈറ്റ് ആയതിനനുസരിച്ചിട്ട് പാല് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ കുറേശ്ശെ പാല് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒട്ടും തന്നെ കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പാല് ഒരു 1.5 കപ്പ് ഒക്കെ വേണ്ടി വരും കേട്ടോ. 1.5 കപ്പോ 1.25 കപ്പോളം പാല് വേണ്ടി വരും. അപ്പോൾ നമ്മൾ ബാറ്ററി ലൂസാക്കാൻ ആവശ്യമായിട്ടുള്ള പാലൊഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. വാനില എസൻസിന് പകരം വേണമെങ്കിൽ ഏലക്കയുടെ ഫ്ലേവറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ അതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ബാറ്ററാണ് കേട്ടോ ഇത്. ദോശമാവിനേക്കാളും കുറച്ചും കൂടെ ഒരു ലൂസായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതാ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഞാനിതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നെയ്യോ ഓയിലോ ഏതാണോ വേണ്ടത് അത് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. പാന് ഓവറായിട്ട് ചൂടായി പോവരുത് കേട്ടോ. ഓവറായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇതുപോലെ ചുറ്റിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ പാന് ചൂടായി വന്നതിന് ശേഷം പിന്നെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കാൻ. അല്ലെങ്കിൽ പിന്നെ ദോശമാവ് പോലെ നമുക്ക് ഇങ്ങനെ തവി വെച്ചിട്ടൊന്ന് പരത്തിയിട്ടും ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം അടച്ച് വെച്ചിട്ടൊന്നുമില്ല, അല്ലാതെ തന്നെ ഒന്ന് ഡ്രൈ ആയിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു സൈഡും കൂടെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊരു പൊള്ള വരും. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്നും കൂടെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തും നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും മറിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു ഭാഗത്തും കൂടെ ഞാൻ നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെയ്യോ ഓയിലോ ഏതെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം പിന്നെ 2 സൈഡും തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു ഇതുപോലെ കളറായിട്ട് വരുന്ന സമയത്ത് നമുക്കിത് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്